നമ്മളിപ്പോൾ ഇനി പഠിക്കുകയാണ്. ഞാൻ വൈകുന്നേരം ഉറങ്ങി നീറ്റ് വന്നിട്ട് മുടിയൊക്കെ കെട്ടി പിന്നെ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പഠിക്കട്ടെ കേട്ടോ. അമ്മയും ഭയങ്കര പഠിത്തത്തിലാണ്. ഗായ്സ് കണ്ടോ ടവല്, ഞാൻ ലഞ്ചിനെ കൊണ്ടുപോയ ടവലാട്ടോ. ഇപ്പോൾ ഇവിടെ വയ്ക്കാം. നമുക്ക് എന്നിട്ട് തിരുമ്പണം. ലഞ്ചിൻ്റെ ഇതാണ്. പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഡയറി തുറന്നു. ഫസ്റ്റ് ഫ്രൈഡേ ആണ്. ഫ്രൈഡേ പാരൻസ് മീറ്റിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഉച്ച വരെ ഉണ്ടാവുള്ളൂ. ഫസ്റ്റ് മാത്സ്, ഇംഗ്ലീഷ്, SS, GK, മലയാളം. ഫസ്റ്റ് മാത്സ് ആണ്. മാത്സ് എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഗായ്സ് മാത്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഡം അപ്പോൾ അഡിഷനാണ് എടുക്കുന്നത്. നമ്മൾ കുറേ ചാപ്റ്റേഴ്സ് കഴിഞ്ഞു റോമൻ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞു. പിന്നെ അടുത്ത അഡിഷൻ്റെ ചില ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ അത് നമ്മൾ ടെസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കിയാണെങ്കിൽ ഗായ്സ് അതൊന്ന് വായിച്ച് നോക്കിയാൽ മതി. എന്നിട്ട് അഡിഷൻ 2 പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മളിത് നോക്കി ഞാൻ കുറച്ച് നേരം അത് നോക്കിയിട്ടോ. അപ്പോൾ നമ്മുടെ ഗായ്സ് ഇതൊന്ന് കുറച്ച് നേരം നോക്കിയാൽ മതി. അപ്പോൾ കണ്ടോ ഇങ്ങനെ ഇത് സിമ്പിളാണ്. നമ്മൾ കൂട്ടിയാൽ മതി. അത് ഇങ്ങനെ എഴുതുന്ന ഓർഡേഴ്സാണ്. അപ്പോൾ എങ്ങനെ തന്നാലും ഇപ്പോൾ കൂടുതൽ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിങ്ങനെ ബാക്കി താഴെയുള്ളത് കൊണ്ട് വിട്ടാൽ മതി. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പീരീഡ് നോക്കട്ടെ കേട്ടോ. നമ്മളെ പാരൻസ് മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഡയറിയിൽ എന്തെങ്കിലും എഴുതാതെ ഇരിക്കില്ല. നമുക്ക് നോക്കാം. മറക്കട്ടെ കേട്ടോ. ഡയറിയിലൊന്നുമില്ല ഗായ്സ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഡയറിയിലപ്പോൾ എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടാവുമെന്ന് വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് എന്താ നമുക്ക് നോക്കാം. അടുത്തത് ഇംഗ്ലീഷ് SS. അപ്പോൾ ഇംഗ്ലീഷ് നോക്കാം കേട്ടോ. ഇംഗ്ലീഷ് വായിക്കാനുണ്ടായിരുന്നു ഗായ്സ്. നമുക്ക് അടുത്തത് ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് വായിക്കുന്ന ചാപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നൊന്ന് പഠിച്ചത് അന്നൊന്ന് വായിച്ച് നോക്കണമെന്ന് മാഡംസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഭാഗം ഒന്ന് വായിച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് ആ ഭാഗം ഒന്ന് വായിക്കാം. നോട്ടിൽ നമുക്ക് ഇത് ന്യൂ വേർഡ്സ് ഒന്നും എഴുതാണ്ടായി. ഞാൻ 10 ടൈംസ് എഴുതിട്ടോ. മനസ്സിലാവണമായാലും നമുക്ക് എഴുതാം. പിന്നെ ഇത് ജസ്റ്റിസ് അത് അങ്ങനെ. പിന്നെ ഇതാണ് നമ്മുടെ ദ കിച്ചി ട്രിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്മുടെ ബിയർബെല്ലിൻ്റെ നമ്മുടെ എംപറർ അക്ബറിൻ്റെ ഒരു കഥയാണ്. അപ്പോൾ നമ്മൾ മാഡം ഏതെടുത്തിട്ടുണ്ടായിരുന്നു ഗായ്സ് ഇതുവരെ മാഡം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. ഇത് പിന്നെ ഞാൻ ഇന്നലെ വായിച്ചു നോക്കിയതാണ്. ഇതുവരെയാണ് മാഡം ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇത് വായിക്കണം സൂൺ. അപ്പോൾ നമുക്കത് വായിച്ചിട്ട് തരാം. അപ്പോൾ ഗായ്സ് ഇത് വായിച്ച് നോക്കി ഇനി ഇതിനെ ബന്ധപ്പെട്ടിട്ട് കുറച്ച് ന്യൂ വേർഡ്സ് എഴുതണം. അപ്പോൾ ഒന്ന് എഴുതിയിട്ട് വരാം. അപ്പോൾ ഗായ്സ് നമ്മൾ അതും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ മാത്സും ഇംഗ്ലീഷും കഴിഞ്ഞു. പിന്നെ നമുക്ക് അടുത്തത് SS ആണ്. SS ബുക്ക് ഇന്നലെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഷെൽഫിൽ നിന്ന് എടുക്കട്ടെ കേട്ടോ. SS ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതാനുണ്ടായിരുന്നു. നമ്മളത് അവിടെ നിന്ന് തന്നെ എഴുതി തീർത്തു. പിന്നെ ഒരു മാപ്പിൻ്റെ ഇത് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ SS കഴിഞ്ഞു. പിന്നെ നമ്മളടുത്തത് GK ആണ്. അപ്പോൾ നമുക്ക് ഇനി GK എന്തുണ്ടെങ്കിൽ നോക്കാം കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് പാഠം മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ GK പീരീഡിൽ ഇംഗ്ലീഷ് എടുത്തു. ഇംഗ്ലീഷ് കുറച്ച് കൂടുതൽ എടുക്കാനുണ്ടായിരുന്നു. പിന്നെ GK കഴിഞ്ഞിട്ട് മലയാളമാണ്. അപ്പോൾ നമുക്ക് മലയാളം നോക്കാം അല്ലേ. അപ്പോൾ ഗായ്സ് എന്താണെന്ന് വെച്ചാൽ ഉച്ച വരെ ഉള്ളൂ. പിന്നെ പാരൻസ് മീറ്റിംഗ് ആണ്. അപ്പോൾ ഉച്ച വരെ ഉള്ളത് GK ആണ്. അപ്പോൾ GK നമ്മുടെ GK നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ബുക്സ് ബാഗിലേക്ക് എടുത്തേക്കാൻ പോവണം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പഠിത്തം റുട്ടീൻ എന്നാൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട
ലൈക്ക് കമൻറ്റ് ഷെയർ. അപ്പോൾ ഗായ്സ് നമ്മൾ ബുക്കൊക്കെ ഞാൻ എടുത്തേക്കാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ.